ഹായ് ഓൾ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വീണ്ടും ഇപ്പോൾ രണ്ടാമത് പിന്നെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അതായത് അദ്ദേഹം ഒരു പുതിയൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടല്ലോ 24 ന്യൂസിന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ വീണ്ടും വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ചിലത് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇതെന്താണ് ഇത്. ഓക്കെ, അദ്ദേഹം കുറേ പെൺകുട്ടികളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ പീഡിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ അദ്ദേഹം നിയമപരമായിട്ട് നേരിടേണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം നേരിടുകയും ചെയ്യുന്നുണ്ട്. കോടതിയിലിരിക്കുന്നൊരു കാര്യം കൂടിയാണ്. പക്ഷേ എന്നിട്ടും വീണ്ടും അദ്ദേഹത്തെ ഇങ്ങനെ ആക്രമിക്കുന്നത് കാണുമ്പോൾ വളരെ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ്. മാത്രമല്ല, അദ്ദേഹം ഒരു ചാനൽ ഇൻ്റർവ്യൂ കൊടുത്തതാണ് ഇപ്പോൾ ഏറ്റവും പ്രശ്നമായിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഇത്രയും നാൾ ഇരയാക്കപ്പെട്ട ആളുകളും ആരോപണം ഉന്നയിക്കുന്ന ആളുകളും അദ്ദേഹത്തിനെതിരെ നിരന്തര ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത് ഈ മീഡിയ കൂടി തന്നെയാണ് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ അദ്ദേഹം പറയുന്നത് കൂടി നമ്മൾ കുറച്ച് കേൾക്കണം, ജനങ്ങൾ കേൾക്കണം. അതിന് ഈ സോഷ്യൽ മീഡിയയിൽ കുറേ പിന്നെ ഈ സൈബർ പോരാളികളും മറ്റും നടത്തുന്ന നീചമായ അതിന് കുറേ കൂട്ടുകൂടാൻ വേണ്ടി കുറേ മാധ്യമ പ്രവർത്തകർ വളരെ കഷ്ടം തോന്നുന്നു കേട്ടോ നമ്മുടെ കേരളത്തിൻ്റെ കാര്യം. ഇനി നമ്മൾ അദ്ദേഹം പറയുന്നത് കൂടി നമ്മൾ കേൾക്കുക. ഇത്രയും നാൾ നമ്മൾ അതിജീവിതമാറും അതേപോലെ ആരോപണം ഉന്നയിച്ച ആൾക്കാരും പറയാൻ നമ്മൾ കേട്ടല്ലോ. ഇനി നമ്മൾ കേൾക്കേണ്ടത് അദ്ദേഹം പറയുന്നതാണ് കേൾക്കേണ്ടത്. അതിനെന്താ ഇത്ര പ്രശ്നം? ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമല്ലേ. ഇവിടെ ആൾക്കാർക്ക് സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ പറയാനുള്ള പിന്നെ അവസരമില്ലേ? അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് കേൾക്കണം. അതാണ് എൻ്റെ ഈ ഒരു വിഷയത്തിൽ എൻ്റെ അഭിപ്രായം.